മക്കളിനി നമ്മൾ ബൈനോമിയൽ തിയറം എന്നുള്ള ചാപ്റ്ററിൻ്റെ കീം PYQ 2025 കീം PYQ ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടതേ ക്വസ്റ്റ്യൻസ് പറയുന്നതിന് മുമ്പ് നമ്മൾ അതിൽ ബോർഡ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ പഠിച്ച തിയറികൾ ഏതൊക്കെ? ഒന്ന് A+B ഓൾ റേഷ്യോൻ്റെ എക്സ്പാൻഷൻ പഠിച്ചു, A-B ഓൾ റേഷ്യോൻ്റെ എക്സ്പാൻഷൻ പഠിച്ചു, 1+x ഓൾ റേഷ്യോൻ്റെ എക്സ്പാൻഷൻ, 1-x ഓൾ റേഷ്യോൻ്റെ എക്സ്പാൻഷൻ, ഇങ്ങനെയാണ് പഠിച്ചത്. കീമിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ജനറൽ ടേമിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനും പിന്നെ പ്രോപ്പർട്ടീസ് ഓഫ് ബൈനോമിയൽ കോഷ്യൻ്റ് എന്നുള്ള ഒരു ഭാഗമുണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനുമാണ് ഏറ്റവും കൂടുതൽ കീമിന് ചോദിക്കൽ. അതുകൊണ്ട് ആ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞതിന് ശേഷം ക്വസ്റ്റ്യൻസിലേക്ക് അടക്കാം. അതിവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്ക്. ഇവിടെ NC0 A/n, NC1 വന്നപ്പോൾ സമയത്ത് എൻ്റെ പവറിൽ എന്താ n-1 ആ, ബിൻ്റെ പവറിൽ 1 അല്ലേ. NC2 വന്ന സമയത്ത് എൻ്റെ പവറിൽ n-2 ആണ്, ബിൻ്റെ പവറിൽ എന്താണ് 2 ആണ്. ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു ജനറൽ ട്രെൻഡ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? NC2 വന്നപ്പോൾ എൻ്റെ പവറിൽ n-2, ബിൻ്റെ പവറിൽ 2. അങ്ങനെയാണെങ്കിൽ ഒരു NC10 വന്നാൽ എന്തായിരിക്കും? എൻ്റെ പവറിൽ n-10ഉം ബിൻ്റെ പവറിൽ 10 അല്ലേ ഉണ്ടാവുക. റെഡി? അപ്പം അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം NC6 വന്നാൽ എന്തായിരിക്കും അവസ്ഥ? NC6 വന്നാൽ എൻ്റെ പവറിൽ n-6 ആയിരിക്കും, ബിൻ്റെ പവറിൽ 6 ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ ജനറൽ ടേം ഓഫ് ദി ബൈനോമിയൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, എടാ ഇത് എത്രാമത്തെ ടേമാ? ഫസ്റ്റ് ടേമാ. ഇത് സെക്കൻഡ് ടേം അല്ലേ? ഇത് ഈ ബൈനോമിയൽ എക്സ്പാൻഷനിലെ തേർഡ് ടേം അല്ലേ? ഇത് ലാസ്റ്റ് A+B ഓൾ റേഷ്യോനിൽ n+1 ടേംസ് ഉണ്ടാവും അറിയില്ലേ? n+1 ടേമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം, ഇവിടെ ഒരു സിമ്മട്രി, മാത്തമാറ്റിക്സ് സ്റ്റഡി ഓഫ് സിമ്മട്രിയാ, ഇവിടെ ഒരു സിമ്മട്രി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? അതായത് NC2 വന്ന സമയത്ത് ഇവിടെ 2 വന്നപ്പോൾ അത് തേർഡ് ടേമാ, 1 വന്ന സമയത്ത് സെക്കൻഡ് ടേമാ. അങ്ങനെയാണെങ്കിൽ ഒരു 9 വന്നാൽ എന്തായിരിക്കും? 10th ടേം ആയിരിക്കും. അപ്പോൾ ഈ 6 വന്നാലോ? അത് R+1 ടേം ആയിരിക്കും. അതുകൊണ്ട് ജനറൽ ടേം എന്ന് പറഞ്ഞാൽ അത് R+1 ടേം ആണ്. ഇതാണ് ജനറൽ ടേം ഓഫ് A+B ഓൾ റേഷ്യോ n, ജനറൽ ടേം എന്ന് പറയും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് പഠിച്ചു വെക്കാം. ഇതേപോലത്തെ ഒരു എക്സ്പാൻഷൻ ആണ് A-B ഓൾ റേഷ്യോ n. വ്യത്യാസം ആൾട്ടർനേറ്റീവ് ആയിട്ട് പ്ലസും മൈനസും വരുന്നല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും, ഓഡ് വരുന്ന സമയത്ത് മൈനസും ഈവൻ വരുന്ന സമയത്ത് പ്ലസും ആണ്. അങ്ങനെ ആ പണിയെടുക്കുന്ന പണിക്കാരൻ ആരും അറിയാം നിങ്ങൾക്ക്? -1ൻ്റെ സ്ക്വയർ എന്താ? +1 ആ. -1ൻ്റെ ക്യൂബോ? -1. -1ൻ്റെ റേസ്റ്റ് 4ഓ? +1. -1ൻ്റെ റേസ്റ്റ് 5 -1. മൈനസിൻ്റെ പവറിൽ ഒരു ഓഡ് നമ്പർ വന്നു കഴിഞ്ഞാൽ -1ഉം ഈവൻ നമ്പർ വന്നു കഴിഞ്ഞാൽ +1 ആണെന്ന് മനസ്സിലാവും. റെഡി അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇതേ ജനറൽ ടേം തന്നെയാണ് ഇവിടെയും വരിക. അതായത് ജനറൽ ടേം എന്ന് പറയുമ്പോൾ അത് R+1 ടേം ആയിരിക്കും. പക്ഷെ എന്താ, ഈവൻ വരുമ്പോൾ പ്ലസും ഓഡ് വരുമ്പോൾ മൈനസും ആക്കാൻ എന്ത് ചെയ്താൽ മതി? -1/6 എന്നുള്ളൊരു ടേമിന് മുന്നിൽ കൊടുത്താൽ മതി. ഈ 6 ഓടാകുമ്പോൾ നെഗറ്റീവ് ആവും, ഈവൻ ആകുമ്പോൾ പ്ലസ് ആവും. പിന്നെ ഇവിടെ A⁻n-6 × B⁻r. ഇതാണ് ജനറൽ ടേം ഓഫ് ദി ബൈനോമിയൽ എക്സ്പാൻഷൻ A-B ഓൾ റേഷ്യോ n. അപ്പോൾ ഇത് ഒന്നാമത്തെ എക്സ്പാൻഷൻ, ഇത് രണ്ടാമത്തെ എക്സ്പാൻഷൻ. പിന്നെ നിങ്ങൾ പഠിച്ചത് 1+x ഓൾ റേഷ്യോ n ആ. ഇതിന്റെ ജനറൽ ടേം ഇതാണ് മൂന്നാമത്തെ എക്സ്പാൻഷൻ. ഇതിന്റെ ജനറൽ ടേം നോക്ക്. NC2 വന്നപ്പോൾ x², അപ്പോൾ NC3 വരുമ്പോൾ x³. അപ്പോൾ NCR വരുമ്പോഴോ? NCR വരുമ്പോൾ x⁻r. ഇതാണ് ഇതിന്റെ R+1 ടേം. ഇതിന് നമുക്ക് എന്ത് പറയാം? ജനറൽ ടേം എന്ന് പറയാം. ജനറൽ ടേം ഓഫ് ദി ബൈനോമിയൽ എക്സ്പാൻഷൻ എന്ന് പറയാൻ പറ്റും. ഇനി ഇതേപോലെ തന്നെ ജനറൽ ടേം ആണ് TR+1 എന്ന് പറഞ്ഞാൽ = NCR × x⁻r. ഇവിടെ നമുക്ക് ഒരു -1/r എന്നും കൂടി ഇതിന് മുന്നിലേക്ക് കൊടുക്കാം. ഇതാണ് ജനറൽ ടേം ഓഫ് ദി ബൈനോമിയൽ എക്സ്പാൻഷൻ 1-x ഓൾ റേഷ്യോ n. ഇത്രയും കാര്യങ്ങൾ ജനറൽ ടേമുമായി ബന്ധപ്പെടുത്തിയിട്ട് മനസ്സിലാക്കാം. ഇതിൽ തേർഡും ഫോർത്തും അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞതാണ്. ഇവ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യം വരിക ഈ രണ്ടുമാണ്. ഈ രണ്ടെണ്ണത്തിൻ്റെ കൂട്ടത്തിൽ പിന്നെ ഏറ്റവും കൂടുതൽ ആവശ്യം വരിക ഫസ്റ്റ് ആണ്. സ്റ്റാർ റേറ്റിംഗ് 3 സ്റ്റാർ, ഇവിടെ 2 സ്റ്റാർ. ക്ലിയർ? പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രോപ്പർട്ടീസ് ഓഫ് ബൈനോമിയൽ കോഷ്യൻസ് ആണ്. അതായത് NC0, NC1 എക്സെട്ര അപ് ടു NCn അവരുടെ ബൈനോമിയൽ കോഷ്യൻസിന്റെ സമ്മ് കാണണം എന്ന് എഴുതിക്കോ. നിങ്ങൾക്ക് ഫോർമുലൊക്കെ അറിയാം, നമ്മൾ പെർമ്യൂട്ടേഷനിലൊക്കെ ഡിസ്കസ് ചെയ്തത്. അതായത് NC0, NC1, NC2 എക്സെട്ര NCnന്റെ സമ്മ് കാണണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കൂടെയുള്ള എക്സുകൾ x² ഒക്കെ എന്താണ്? ശല്യക്കാരാണ്, അവർ ഒഴിവാക്കണം. ഈ വാരിയബിൾസിനെ ഒഴിവാക്കാൻ 2 മാർഗ്ഗമുണ്ട്. ഒന്നുകിൽ x-ന് 1 കൊടുക്കാം, അല്ലെങ്കിൽ 0 കൊടുക്കാം. പക്ഷേ 0 കൊടുത്തു കഴിഞ്ഞാൽ ഈ ബൈനോമിയൽ കോഷ്യൻസും അടക്കം ചെയ്യും, ഫുൾ ഇല്ലാതായി പോകും. അതുകൊണ്ട് നമുക്ക് ആവശ്യം എന്താ? ബൈനോമിയൽ കോഷ്യൻസ് അതേപോലെ നിൽക്കണം, പിന്നെ ബാക്കി എക്സുകളൊക്കെ പോകും വേണം. അതുകൊണ്ട് ഏറ്റവും നല്ല പരിപാടി ഇവിടെ എന്താ? പുട്ട് x = 1, x-ന് 1 കൊടുക്കാം. അപ്പോൾ അതൊരു ലോജിക് ആട്ടോ. അത് ഈ ഒരു പ്രോബ്ലത്തിന് മാത്രമല്ല, ബൈനോമിയൽ കോഷ്യൻസിന്റെ സമ്മ് ചോദിക്കണ ഏത് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാലും വാരിയബിൾസിന് 1 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് ആൻസർ കിട്ടും. നമുക്ക് നോക്കാം. ഇവിടെ x-ന് 1 കൊടുക്കുമ്പോൾ 1+1/n = NC0 + NC1 × 1 + NC2 × 1² എക്സെട്ര NCn × 1/n. ഇതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് ഞാൻ ആദ്യം എഴുതി കഴിഞ്ഞാൽ NC0 + NC1 + NC2 + എക്സെട്ര NCn = എന്തായിരിക്കും?
2n എന്ന് കിട്ടും. അതെ, ഇതാണ് ഇതിൻ്റെ ഡെഫിനിഷൻ. ഇതന്നെ നമുക്ക് സിഗ്മോവൽക്കരിച്ച് എഴുതാം. സിഗ്മ NCR R ഫ്രം 0 to n. അതായത് ഇതിനർത്ഥം എന്താ? ആദ്യം ആറിന് 0 കൊടുക്കുക, അപ്പോൾ NC0, പിന്നെ 1 കൊടുക്കുക, അപ്പോൾ NC1, പിന്നെ 2 കൊടുക്കുമ്പോൾ NC2, പിന്നെ ലാസ്റ്റ് n വരെ കൊടുക്കുക. എന്നിട്ട് സിഗ്മ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും പിടിച്ച് കൂട്ടുക. അപ്പോൾ അങ്ങനെ സമ്മാക്കി എഴുതുന്നതിന് പകരം ഇങ്ങനെ സിഗ്മന്റെ രൂപത്തിൽ എഴുതാം. ഇതിന്റെ ആൻസർ എന്തായിരിക്കും? 2n ആയിരിക്കും. റെഡി? അപ്പോൾ ഇത് പഠിച്ചെടുത്തതിനോട് ഞാൻ ചോദിക്കുകയാണ്, വാട്ട് ഈസ് 10C0 പ്ലസ് 10C1 പ്ലസ് എക്സെട്രാ പ്ലസ് 10C10ന്റെ വാല്യൂ എന്താ? അത് 2n ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 5C1 പ്ലസ് 5C2 പ്ലസ് എക്സെട്രാ പ്ലസ് 5C5 എന്താ? അത് 2/5 ആണോ? അല്ല. ഇവിടെ 5C0യും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അതെന്താണ്? 2/5 ആണ്. പക്ഷെ ഇവിടെ 5C0 ഇല്ലല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ 5C0 എന്താ? ആ 5C0 എന്താ സംഭവിച്ചത്? ആ 5C0 അപ്പുറത്തേക്ക് പോയി. അതായത് -5C0 എന്ന് കൊടുക്കണം ഇവിടെ. -5C0 എന്ന് പറയുമ്പോൾ 1. അപ്പോൾ 32 - 1 ആൻസർ എന്ത് കിട്ടും? 31 കിട്ടും. ഇതേപോലെ 1 - x ഹോൾ റേസ് ടു n എൻ്റെ എക്സ്പാൻഷനിൽ നിങ്ങൾ എക്സിന് 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൾട്ടർനേറ്റീവ് ആയിട്ട് പ്ലസും മൈനസും വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ 1 - 1 ആവും. അതെന്താവും? 0/n എന്ന് വരും. ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഞാൻ ലാസ്റ്റ് എഴുതി കഴിഞ്ഞാൽ റൈറ്റ് ഹാൻഡ് സൈഡ് ആക്കി എഴുതി കഴിഞ്ഞാൽ ഇത് 0/n. അതെന്താ? 0 ആണ്. അതായത് ആൾട്ടർനേറ്റീവ് ആയിട്ട് പ്ലസും മൈനസും ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ സംബന്ധം ആയിരിക്കും 0 ആയിരിക്കും. ഇനി ഞാൻ ഈ നെഗറ്റീവ് ഉള്ള ടേമിനെ മുഴുവൻ അപ്പുറത്തേക്ക് കൊണ്ടുപോയി നിർത്തിക്കും. അപ്പോൾ എന്താവും? ഇവിടെ ഉണ്ടാവുക NC0, NC2, NC4 അങ്ങനെ ഈവൻ നമ്പേഴ്സ് ഉള്ള ഐറ്റംസ് ആണ് ഇവിടെ ഉണ്ടാവുക. അപ്പുറത്തേക്ക് ഓഡ് നമ്പേഴ്സ് ഉള്ള ടീം അങ്ങോട്ട് പോകും. അപ്പോൾ എന്ത് വരും? ഈ ഓഡ് ടേംസിന്റെ സമ്മും ഈവൻ ടേംസിന്റെ സമ്മും എന്താവും? ഈക്വൽ ആവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവരുടെ ടോട്ടൽ സം എത്ര? 2/n ആണ്. അപ്പോൾ ആ ടോട്ടൽ സമ്മിനെ പകുതിയാക്കി. ഈ രണ്ട് ആളുടെ വെയിറ്റും രണ്ട് ആളുടെ വാല്യൂ ഈക്വൽ ആണെങ്കിൽ ആദ്യം ഉണ്ടായിരുന്ന വാല്യൂവിന്റെ പകുതിയല്ലേ ഓരോന്നിന്റെ ഇൻഡിവിജ്വൽ വാല്യൂ വരിക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഓരോന്നിന്റെയും രണ്ടിന്റെയും ആൻസർ എന്താണ്? 2/n. ആദ്യം ഉണ്ടായിരുന്ന മൊത്തം ടേംസിന്റെ സമ്മ് 2/n. അപ്പോൾ ആ 2/n എന്നുള്ള സമ്മിന്റെ പകുതി ഉണ്ടാവുള്ളൂ. 2/n / 2 which is 2/n - 1. എടാ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ തിയറി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ളത്? മനസ്സിലാക്കാനുള്ളത്. ഇത്ര മനസ്സിലാക്കിയാൽ മതി. കീമിന്റെ ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? In the expansion, the constant term in the binomial expansion of 2x minus 5x by x square all raised to 6. ഇത് ഏത് മോഡലാ? കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് a minus b all raised to n മോഡലാ. a minus b all raised to n ന്റെ ജനറൽ ടേം എന്താ? tr plus 1 എന്ന് പറയുമ്പോൾ -1 raised to r into ncr into a raised to n minus r into b raised to r എന്നല്ലേ? ഇവിടെ റീപ്ലേസ് ചെയ്താൽ മതി. ഇവിടെ എക്ക് പകരം 2x ആണ്, ബിക്ക് പകരം 5/x square ആണ്, n-ന് പകരം 6 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ എനിക്ക് എന്ത് ചെയ്യാം? -1 raised to r into ഇവിടെ 6cr, എക്ക് പകരം എന്ത് വരൂടാ? 2x all raised to 6 minus r. ബിക്ക് പകരം ആരാണ്? അത് 5/x square all raised to r എന്ന് വരും. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിനൊന്ന് സിംപ്ലിഫിക്കേഷൻ ചെയ്യാം. സിംപ്ലിഫിക്കേഷൻ ചെയ്യുമ്പോൾ -1 raised to r into 6cr into 2x all raised to 6 minus r എന്ന് പറയുമ്പോൾ ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള എല്ലാവർക്കും ഈ പവർ ബാധകമാണ്. അതായത് 2നും raised to 6 minus r ബാധകമാണ്, എക്സിനും raised to 6 minus r ബാധകമാണ്. ഇൻറ്റു 5/x square all raised to r എന്ന് പറയുമ്പോൾ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള 5നും raised to r ബാധകമാണ്, x സ്ക്വയറിനും raised to r ബാധകമാണ്. ഈ x സ്ക്വയറിനെ raised to r ചെയ്യുമ്പോഴേ നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് x raised to a all raised to b എന്ന് പറഞ്ഞാൽ അത് x raised to a into b അല്ലേ? അതേപോലെ x സ്ക്വയറിന്റെ all raised to r എന്ന് പറഞ്ഞാൽ x സ്ക്വയറിന്റെ all raised to r എന്ന് പറയുമ്പോൾ അത് x raised to 2 into r, x raised to 2r അല്ലേ വരിക? ഞാൻ x raised to 2r എന്ന് എഴുതും. ക്ലിയർ? ഇനി ഇവിടെ -1 raised to r into 6cr into 2 raised to 6 minus r into 5 raised to r. ഞാൻ നമ്പേഴ്സിന് ആദ്യം എഴുതി, ഈ നമ്പറിന് എഴുതി. ഈ എക്സുകളെ ഞാനൊന്ന് ഒരുമിപ്പിക്കാം, കമ്പൈൻ ചെയ്യണം. നമുക്ക് അറിയുന്ന ഒരു സംഗതിയാണ് x raised to a divided by x raised to b എന്താ? x raised to a minus b ആണെന്ന് അറിയില്ലേ? അപ്പോൾ അതേപോലെ ഞാൻ x raised to 6 minus r-നെയും x raised to 2r-നെയും കമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് വരും? x raised to 6 minus r minus 2r എന്ന് വരും. ക്ലിയർ? ഞാൻ അടുത്ത പേജ് എടുക്കുന്നുണ്ട്. അടുത്ത പേജിൽ ഇവിടെ അടുത്ത പേജിൽ എടുക്കുമ്പോൾ അതേപോലെ കോപ്പി ചെയ്തല്ലേ നോക്കടാ. അപ്പോൾ നമുക്ക് കിട്ടിയതേ ഈ കാര്യങ്ങളാണ്. ഇതാണ് നമുക്ക് ലാസ്റ്റ് കിട്ടിയ സ്റ്റെപ്പ്. റെഡി? ഇതാണ് ഇതിൻ്റെ r+1 ടേം, tr+1. ഇന്നത്തെ പേജിൽ ഈ സ്റ്റെപ്പ് ഉണ്ട്. റെഡി? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിനൊന്ന് സിംപ്ലിഫിക്കേഷൻ ചെയ്യുമ്പോൾ -1 raised to r into 6cr into 2 raised to 6 minus r into 5 raised to r into ഇവിടെ എന്താവും? x raised to 6 minus r minus 2r എന്താ? -3r. നമ്മളോട് പറയുന്നത് ഇത് കോൺസ്റ്റന്റ് ടേം എന്നാ. കോൺസ്റ്റന്റ് ടേമിൽ ഒരിക്കലും വേരിയബിൾ ആയിട്ടുള്ള x ഉണ്ടാവില്ല. അപ്പോൾ x ഉണ്ടാവാതിരിക്കണമെങ്കിൽ x-ന്റെ പവർ എന്താവണം? 0 ആകണം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് x-ന്റെ പവർ എപ്പോഴാണ് 0 ആകണത് എന്നാ ചിന്ത പോകേണ്ടത്. x-ന്റെ പവർ 0 ആകണം എന്നുണ്ടെങ്കിൽ 6 minus 3r 0 ആകണം. അതായത് 3r 6 ആകണം, r-ന്റെ വാല്യൂ 2 ആകണം.
അപ്പോൾ ആറിന്റെ വാല്യൂ 2 ആകുമ്പോഴാണ് കോൺസ്റ്റന്റ് ടേം. അപ്പോൾ ഇനി ഞാൻ കോൺസ്റ്റന്റ് ടേം കാണാൻ ആറിന്റെ വാല്യൂ 2 കൊടുത്തു. 2 കൊടുക്കാന്ന് പറയുമ്പോൾ ഇവിടെ r+1 എന്താ തേർഡ് ടേം ആണ് ഇവിടുത്തെ കോൺസ്റ്റന്റ് ടേം വരിക. അത് -1/2 ആറിന്റെ വാല്യൂ 2 അല്ലേ. ഇനി 6c2 × 2⁻6 - 2 × 5⁻2 എന്ന് വരും. -1ന്റെ സ്ക്വയർ എന്താ അത് +1 ആണ്. 6c2ന്റെ വാല്യൂ 6 × 5/1 × 2 എന്ന് പറയുമ്പോൾ അത് 15 വരും. 15 ഇൻറ്റു ഇത് 2⁴ ആണ്. 2⁴ എന്ന് പറയുമ്പോൾ 16 ആണ് ഇൻറ്റു 25 എന്ന് വരും. റെഡി. അപ്പോൾ 25 × 60 എന്ന് പറഞ്ഞാൽ എത്ര? 25 × 60 എന്ന് പറഞ്ഞാൽ അത് 400 അല്ലേ? അല്ലേ 400 എന്ന് വരും. 400 × 50 എന്ന് പറയുമ്പോൾ 400 × 4000 അതിൻ്റെ പകുതി 6000 അല്ലേ വരിക? റെഡി. അപ്പോൾ 6000 6000 എന്ന ആൻസർ വരും. ഓപ്ഷൻ ഈസ് റൈറ്റ് ആൻസർ. ഈ സ്റ്റേറ്റ് എന്ത് ചെയ്യാൻ പറ്റും? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ കോൺസ്റ്റന്റ് ടേം ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് 2x² - 1/x² all raised to 6. അത് സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ചെയ്യേണ്ട പരിപാടി ഓർമ്മല്ലേ? വീഡിയോ പോസ് ചെയ്യുക, സ്വന്തമായിട്ട് ചെയ്യുക. എന്നിട്ട് അഥവാ അത് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത് ശരിയാണോ എന്ന് ചെയ്യാൻ പിന്നെ വീഡിയോ മുഴുവൻ കാണണ്ട, ജസ്റ്റ് ഇങ്ങനെ അടിച്ചു നോക്കുക. സെയിം ആൻസർ ആണെങ്കിൽ അത് കാണണ്ട, അടുത്ത ക്വസ്റ്റ്യൻ ഇതേപോലെ എടുക്കുക, സ്വന്തമായിട്ട് ചെയ്യുക, അടിച്ചു നോക്കുക. നിങ്ങൾ ചെയ്ത ആൻസറും ഞാൻ ചെയ്യുന്ന ആൻസറും തമ്മിൽ മിസ്മാച്ച് ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, ഒന്ന് വീഡിയോ കണ്ടാൽ മതി. ആ രീതിയിൽ ചെയ്ത് നോക്കാം. ഓക്കെ, ഏതായാലും ഇവിടെ നോക്കാം. ഇവിടെ ജനറൽ ടേം ഇത് a-b all raised to n മോഡലാണ്. അപ്പോൾ ഇതിന്റെ ജനറൽ ടേം എന്താ? -1/r × NCR × a⁻n - r × b⁻r എന്ന് വരും. റെഡി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവിടെ എക്ക് പകരം 2x² ആണ്, ബിക്ക് പകരം 1/x² ആണ്, എന്നിന് പകരം 6 ആണ്. അപ്പോൾ ഇതെങ്ങനെ വരും? -1/r × 6cr × 2x² all raised to 6 - r × 1/x² all raised to r എന്ന് വരും. റെഡി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ -1/r × 6cr × ഇവിടെ നോക്ക്, ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള എല്ലാവർക്കും ഈ പവർ ബാധകല്ലേ. അപ്പോൾ 2 raised to 6 - r ചെയ്യണം, x raised to 2 x² raised to 6 - r ചെയ്യുമ്പോൾ എന്താവും? 2 × 6 - r ചെയ്യണം. 2 × 6 - r എന്ന് പറയുമ്പോൾ എങ്ങനെ വരാം? 2 × x raised to 2 × 6 - r എന്ന് പറഞ്ഞാൽ ഈ 2നെ ബ്രാക്കറ്റിന്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 2 × 6 അത് 12 -2 × r 2r. റെഡി അല്ലേ? പിന്നെ 1 raised to r എന്താ? 1 ആണ്. x² raised to r x raised to 2r. ഈ രണ്ട് എക്സുകളെ കമ്പൈൻ ചെയ്യും. ഏത് ഫോർമുല പ്രകാരം? നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, x raised to a/x raised to b എന്താ? x raised to a - b. ആ ഫോർമുല പ്രകാരം ഇതിനെ കമ്പൈൻ ചെയ്താൽ -1 raised to r × 6cr × 2 raised to 6 - r × x raised to എന്ത് വരും? 12 - 2r - 2r. അതെന്താവും? x raised to 12 - 4r എന്ന് വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇവിടെ 12 നമുക്ക് കോൺസ്റ്റന്റ് ടേം അല്ലേ വേണ്ടത്? കോൺസ്റ്റന്റ് ടേം എന്ന് പറയുമ്പോൾ എന്താ? ഇതിന്റെ ഈ പവറിലുള്ള ടേം എന്താവണം? 0 ആകണം. അപ്പോൾ പവറിലുള്ള ടേം ഏതാ? 12 - 2r - 2r എന്താ? 12 - 4r 0 ആകണം. അപ്പോൾ 4rന്റെ വാല്യൂ 12 ആവണം, rന്റെ വാല്യൂ 3 ആവണം. rന്റെ വാല്യൂ 3 ആവുമ്പോഴാണ് കോൺസ്റ്റന്റ് ടേം കിട്ടുക. അപ്പോൾ ഞാൻ rന്റെ വാല്യൂ 3 കൊടുക്കുമ്പോൾ അത് ഫോർത്ത് ടേം അല്ലേ വരിക? 3 + 1 അല്ലേ ഫോർത്ത് ടേം. അപ്പോൾ ഇവിടെ എന്ത് വരും? -1ന്റെ ക്യൂബ്. -1ന്റെ ക്യൂബ്. അപ്പോൾ നെഗറ്റീവ് ആണ് ആൻസർ. അപ്പോൾ ഒന്നുകിൽ സിയോ അല്ലെങ്കിൽ എയോ ആയിരിക്കും. ഇനി 6c3 × 2 raised to 6 - 3 എന്ന് വരും. x raised ഉണ്ടാവില്ലല്ലോ, അത് 0 ആയി പോകും. ഇനി ഇത് ചെയ്യുമ്പോൾ ഇത് മൈനസ് ആണ്. 6c3 എന്ന് പറയുമ്പോൾ 6 എന്ന് തുടങ്ങാം, 3 ടേം താഴേക്ക്, 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, 3 ടേം മുകളിലേക്ക്, ഇൻറ്റു ഇത് 2 raised to 3 ആണ്. 2 raised to 3 8 ആണ്. ഇവിടെ 1 × 2 × 3 6 ആണ്. ഈ 6 കട്ടോ. ഇവിടെ 5 × 4 20 ആണ്. 20 × 8 എത്ര? 160. അപ്പോൾ -160 എന്നാണ് ആൻസർ കിട്ടുക. -160. ഓപ്ഷൻ എ ഈസ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. സിമ്പിൾ അല്ലേ? സിമ്പിളായി ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. In the binomial expansion of 2x plus alpha raised to 8, the coefficient of x² and x³ are equal, then the value of alpha. x²ന്റെയും x³ കോയിഫിഷ്യന്റ് ഈക്വൽ ആണെന്ന് പറയുന്നത്. ഇത് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് കാണണം? ജനറൽ ടേം നേരത്തെ പോലെ കാണണം. ഇത് ഏത് ടൈപ്പാണ്? a+b all raised to n മോഡലാ. ഇതിന്റെ ജനറൽ ടേം ആ -1 raised to r ന്റെ ആവശ്യമില്ല. അപ്പോൾ എന്ത് വരും? tr+1 is equal to ncr × a raised to n - r × b raised to r അല്ലേ? അപ്പോൾ ഇവിടെ n-ന് പകരം 8 ആണ്. 8cr × എക്ക് പകരം 2x ആണ്. 2x raised to 8 - r × bക്ക് പകരം എന്താ? ആൽഫയാണ്. ഇതൊന്ന് എഴുതുമ്പോൾ 8cr × 2x raised to 8 - r എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും ബാധകമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് 2 raised to 8 - r ഉണ്ടാവും. പിന്നെ ഇവിടെ ഒരു ആൽഫ raised to r ഉണ്ടാവും. എക്സിനെ ഞാൻ ലാസ്റ്റ് ആക്കി ചെയ്തിട്ടുണ്ട്. x raised to 8 - r. ഇതാണ് ജനറൽ ടേം കിട്ടുക. ഇനി നമുക്ക് വേണ്ടത് കോയിഫിഷ്യന്റ് ഓഫ് x² കോയിഫിഷ്യന്റ് ഓഫ് x³ ഈക്വൽ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ x² കോയിഫിഷ്യന്റ് എപ്പോഴാണ് വരിക? x² കോയിഫിഷ്യന്റ് എന്ന് പറയുമ്പോൾ കൂടുള്ളതാണ്. x² എന്ന് പറയുമ്പോൾ ഇയാൾ എന്താവുക? 2 ആവുക. ഇനി അഥവാ x³ എന്ന് പറഞ്ഞാലോ
ഇത് 3 ആവുക. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയി കിട്ടുന്ന ആറിൻ്റെ വാല്യൂ നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾ നോക്കട്ടോ, 8 മൈനസ് 6 2 ആകണ സമയത്ത് ആറിൻ്റെ വാല്യൂ 6 ആണ്. ഇതേപോലെ 8 മൈനസ് 6 3 ആവുന്ന സമയത്ത് ആറിൻ്റെ വാല്യൂ 5 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയുന്നത് കോയിഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ ഇസിക്കൽ ടു കോയിഫിഷ്യന്റ് ഓഫ് എക്സ് ക്യൂബ് ആണെന്നല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കോയിഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയറിന്റെ കൂടെ ഉള്ളവൻ, അപ്പോൾ എക്സ് സ്ക്വയർ ആവുന്ന സമയത്ത് ആറിന്റെ വാല്യൂ 6 അല്ലേ, അപ്പോൾ ഇതിന്റെ കൂടെ ഉള്ളവൻ ഇവനാണ്. അപ്പോൾ ഞാൻ ഇതിന് എന്ത് കൊടുത്തു, 8c6 ഇൻറ്റു 2⁸ മൈനസ് 6 ഇൻറ്റു α⁸6 എന്ന് കൊടുത്തു ഇസിക്കൽ ടു കോയിഫിഷ്യന്റ് ഓഫ് എക്സ് ക്യൂബ് ആവുന്ന സമയത്ത് ആറിന്റെ വാല്യൂ 5 അല്ലേ, അപ്പോൾ ഇതിന്റെ കോയിഫിഷ്യന്റ് എന്ത് വരും, 8c5 ഇൻറ്റു 2⁸ മൈനസ് 5 ഇൻറ്റു α⁵5 എന്ന് കൊടുത്തു. ഇനി മനസ്സിലാക്കേണ്ടത് ഇവിടെ α⁵6ന്റെ മീനിങ് എന്താ, ആൽഫ ഇൻറ്റു ആൽഫ ഇൻറ്റു ആൽഫ ഇൻറ്റു അങ്ങനെ 6 പ്രാവശ്യം ആൽഫ മൾട്ടിപ്ലൈ ചെയ്യാം. α⁵5ന്റെ മീനിങ്ങോ ആൽഫ ഇൻറ്റു അങ്ങനെ 5 പ്രാവശ്യം അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ആൽഫ ഇവിടെ കൂടുതലല്ലേ, അപ്പോൾ ഇവിടെ ഉള്ള ഈ 2 ആൽഫകൾ നമ്മൾ വെട്ടിപ്പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ആൽഫ കൂടുതലായതുകൊണ്ട് പിന്നെ ഇവിടെ ഒരു ആൽഫ മാത്രം ഉണ്ടാവും. അപ്പോൾ ഇതിന് പിന്നെ പവർ ഉണ്ടാവില്ല, ആൽഫ മാത്രമായിട്ട് മാറി. ഇനി ഞാൻ 8c5 അങ്ങോട്ട് കൊടുത്തു. അപ്പോൾ എന്ത് തോന്നുന്നു, 8c6/8c5. പിന്നെ ഇവിടെ എന്താ ഉള്ളത്, 2 ഉണ്ട്. 8 മൈനസ് 6 2 അല്ലേ, ഇസിക്കൽ 2. അവിടെ ഒരു ആൽഫ ഉണ്ട് അല്ലേ, ആൽഫ ഇസിക്കൽ 2. പിന്നെ ഇവിടെ ഉള്ള ഈ ആളപ്പുറത്തേക്ക് കൊണ്ടുവന്നു. ഇവിടെ 2 എന്താ ഉള്ളത്, 8 മൈനസ് 5 3 ഉണ്ട്. നിങ്ങൾ ചിന്തിക്കട്ടോ, ഈ 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 2, ഇത് 2 ക്യൂബ് എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 2 ഇൻറ്റു 2, ഒരു 2 കൂടെ കൂടുതലല്ലേ. അപ്പോൾ ഈ ടേമും ഇവിടെ ഉള്ള 2 ക്യൂബിലുള്ള 2 2കളും വെട്ടിപ്പോയാൽ പിന്നെ 2 മാത്രമല്ലേ അവിടെ ഉണ്ടാവുള്ളൂ. ഇനി ഞാൻ ഇങ്ങനെ എഴുതാനുള്ള കാരണേ, നമ്മൾ റിസൾട്ട് പഠിച്ചിട്ടുണ്ട് പെർമ്യൂട്ടേഷനിൽ, ഞാനത് പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. NCR/NCR-1 എന്താ, n-r-1/r എന്ന് പഠിച്ചിട്ടില്ലേ, n- ചെറുത് ബൈ വലുത്. അതേപോലെ അല്ലേ ഇത് NCR/NCR-1. അപ്പോൾ അത് പ്രകാരം നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും, 8 മൈനസ് 5/6, n- ചെറുത് ബൈ വലുത്, 8 മൈനസ് 5/6 ഇൻറ്റു ആൽഫ ഇസിക്കൽ 2 എന്ന് എഴുതാം. 8 മൈനസ് 5 എന്താ, 8 മൈനസ് 5 3 ആണ്. 3/6 ആൽഫ ഇസിക്കൽ 2. 3/6 എന്താ, 1/2. 1/2 ആൽഫ ഇസിക്കൽ 2. ആൽഫയുടെ വാല്യൂ എന്താ, 4 ആണ്. 4 ഈസ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ഈസ് കറക്റ്റ്. ക്ലിയർ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, ദ കോയിഫിഷ്യന്റ് ഓഫ് x⁹9 ഇൻ ദ എക്സ്പാൻഷൻ ഓഫ്, ഇതിലുള്ള എക്സ്പാൻഷനിലെ കോയിഫിഷ്യന്റ് ഓഫ് x⁹9 എന്താണ്, സാധാ പോലെ തന്നെ ജനറൽ ടേം കണ്ടെത്തുക. ഇവിടെ a-b⁴n മോഡലാണ്. അപ്പോൾ ജനറൽ ടേം നമ്മൾ എന്താ പഠിച്ചത്, പറയടാ, വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് സ്വന്തമായിട്ട് ചെയ്ത് നോക്കിട്ടോ. -1/r ഇൻറ്റു NCR ഇൻറ്റു a⁻n-r ഇൻറ്റു b⁻r. ഇവിടെ -1/r ഇൻറ്റു, ഇവിടെ NCR എന്ന് പറഞ്ഞാൽ എന്താ, എന്നിന് പകരം 12 ആണ് അല്ലേ, 12CR. ഇവിടെ എക്ക് പകരം 4 ആണ്, അപ്പോൾ 4⁻12-r. ഇവിടുത്തെ ബിക്ക് പകരം x²/4 ആണ്, അത് ⁻r. ഇനി ഇതിനൊന്ന് സിംപ്ലിഫിക്കേഷൻ ചെയ്യണം. സിംപ്ലിഫിക്കേഷൻ ചെയ്യുമ്പോൾ -1/r ഇൻറ്റു 12CR ഇൻറ്റു, എടങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇവിടെ 4⁻12-r ഉണ്ട്, ഇവിടെ x²/4 എന്ന് പറയുമ്പോൾ ഇവിടെ 4⁻r അല്ലേ ഉണ്ടാകുക. ഈ രണ്ട് 4⁻ കമ്പൈൻ ചെയ്താൽ എന്ത് വരും, 4⁻12-r -r എന്ന് വരും. ഇനി x²⁻r എന്താ, x⁻²r. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ വരിക -1/r ഇൻറ്റു 12CR ഇൻറ്റു 4⁻12-2r ഇൻറ്റു x⁻² എന്ന് വരും. നിങ്ങൾക്ക് കാണേണ്ടത് കോയിഫിഷ്യന്റ് ഓഫ് x⁹9 ആണ് അല്ലേ, x⁹9ന്റെ കോയിഫിഷ്യന്റ് ആണ്. അപ്പോൾ x⁹9 കിട്ടണമെങ്കിൽ ഇവിടെ നമുക്ക് ഇവിടെ ഉണ്ടാവോ, ഇത് 9 ആവണം. x⁹9 അത് 9 ആകണമെങ്കിൽ 2r 9 ആകണമെങ്കിൽ r-ന്റെ വാല്യൂ 9/2 4.5 എന്ന് വരും. അങ്ങനെ ഒരു ടേം ഉണ്ടാവില്ല, കാരണം 6 2 ആകുമ്പോൾ 3rd ടേം ആണ്, 5 ആകുമ്പോൾ 6th ടേം ആണ്. അപ്പോൾ 4.5 ആകുമ്പോൾ 5.5th ടേം എന്ന് ഒരിക്കലും പറയാൻ കഴിയൂലല്ലോ. അപ്പോൾ x⁹9 എന്നുള്ള ഒരു ടേം ഏതിലുണ്ടാവില്ല, ഇതിന്റെ ബൈനോമിയൽ എക്സ്പാൻഷനിൽ ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവാതിരിക്കണമെങ്കിൽ അതിന്റെ കോയിഫിഷ്യന്റ് എന്തായി എന്നർത്ഥം, 0 ആയി. അപ്പോൾ കോയിഫിഷ്യന്റ് 0 ഇൻറ്റു x⁹9 വരുമ്പോഴല്ലേ ഇങ്ങനെ എക്സ്പാൻഷനിൽ 0 ഇൻറ്റു x⁹9 ആണെന്ന് എഴുതിക്കോ, അവിടെ ആ ടേം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഒരു ടേം ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ അതിന്റെ കോയിഫിഷ്യന്റ് എന്താ, 0 ആണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ ഇ ഈസ് റൈറ്റ് ആൻസർ. അപ്പോൾ അങ്ങനെ ആ കൺഫ്യൂഷൻ ആയിട്ട് ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ആണെന്ന് കരുതണ്ട. അപ്പോൾ അതങ്ങനെ ടേം അതിലില്ലാത്തതുകൊണ്ട് അവിടുത്തെ കോയിഫിഷ്യന്റ് എന്താ, 0 ആണെന്ന് എടുക്കാൻ പറ്റും, ഈസിയായി ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കോയിഫിഷ്യന്റ് ഓഫ് x⁵5 ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് √x + 1/x⁻10. ഇത് a+b⁴n മോഡലാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഇവിടെ ജനറൽ ടേം, വാട്ട് ഈസ് ദ ജനറൽ ടേം ഹിയർ, tr+1 = NCR, അതിന് പകരം ഇവിടെ 10CR ഇൻറ്റു a⁻², അതായത് √x⁻10-r ഇൻറ്റു 1/x⁻r എന്ന് വരും. ക്ലിയർ. ഇനി 10CR ഇൻറ്റു, എടാ √x എന്ന് പറയുമ്പോൾ x⁻1/2 അല്ലേ, അപ്പോൾ x⁻1/2 ഇൻറ്റു ഇത് 1/x⁻r എന്ന് വരും. ഇനി 10CR ഇൻറ്റു x⁻1/2 എന്ന് പറയുമ്പോൾ 1/2 × 10-r വരും അല്ലേ.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ എനിക്ക് എങ്ങനെ എഴുതാം എക്സ് റേസ് ടു 10 മൈനസ് ആർ ഡിവൈഡ് ബൈ 2 ഓൾ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ എന്ന് വരും, എക്സ് റേസ് ടു ആർ എന്ന് വരും. അതായത് 10CR ഇൻറ്റു എക്സ് റേസ് ടു ഇവർ തമ്മിൽ ചെയ്യുമ്പോൾ 10 മൈനസ് ആർ ബൈ 2 മൈനസ് ആർ എന്ന് വന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ അതിൻ്റെ ആൻസർ എന്താ TR + 1 ഈക്വൽ ടു 10CR ഇൻറ്റു എക്സ് റേസ് ടു ഇവിടെ എന്ത് വന്നു 10 മൈനസ് ആർ മൈനസ് 2R ബൈ 2. അപ്പോൾ 10CR ഇൻറ്റു എക്സ് റേസ് ടു 10 മൈനസ് 3R ബൈ 2 എന്ന് വന്നു. ഇങ്ങനെയായിരിക്കും അതിൻ്റെ ജനറൽ ടേം. ഇനി നമുക്ക് കാണേണ്ടത് എക്സ് റേസ് ടു 5ന്റെ കോയിഫിഷ്യൻ്റ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം എന്താവണം 5 ആവണം. അപ്പോൾ അത് 5 ആവൽ എപ്പോഴാണ് നോക്കണം. 10 മൈനസ് 3R ബൈ 2 ഈക്വൽ ടു 5 ആകണമെങ്കിൽ 10 മൈനസ് 3R 10 ആവണം അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 3R 0 ആകണം. അപ്പോൾ ആറിൻ്റെ വാല്യൂ 0 ആകുമ്പോഴാണ് സംഭവിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് റേസ് ടു 5 എന്ന് പറയുമ്പോൾ ആറിൻ്റെ വാല്യൂ 0 എടുത്താൽ 10C 0 എന്ന് കിട്ടും. അതിന് ആൻസർ 1 ആയിരിക്കും. ഓപ്ഷൻ ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. If n is a positive integer and the coefficient of x in the expansion of x square plus 1 by x cube all raised to n is nc7, then the value of n. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്നറിയോ, കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് നിങ്ങൾ സാധാ പോലെ കാണാം. അപ്പോൾ കിട്ടിയ വാല്യൂ nc7നോട് ഇക്വേറ്റ് ചെയ്താൽ എന്നിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ജനറൽ ടേം എന്താ, ജനറൽ ടേം എന്ന് പറയുമ്പോൾ ഇവിടെ a + b all raised to n മോഡൽ ആയതുകൊണ്ട് ncr ഇൻറ്റു a raised to എന്ന് പറയുമ്പോൾ ഇവിടെ x square raised to n മൈനസ് r ഇൻറ്റു b raised to r എന്ന് പറഞ്ഞാൽ അവിടെ 1 by x cube raised to r വരെ കമ്പൈൻ ചെയ്യാം. ncr x square raised to n minus r എന്താ x raised to 2 into n minus r, അതായത് 2n minus 2r എന്ന് വരും ഇൻറ്റു 1 by x cube raised to r എന്ന് പറഞ്ഞാൽ 1ന്റെ raised to r 1 ആണ്, x ക്യൂബിന്റെ raised to r x raised to 3r ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ncr ഇൻറ്റു x raised to 2n minus 2r minus 3r എന്ന് വരും. അതായത് ncr ഇൻറ്റു x raised to 2n minus 5r എന്ന് വരും. റെഡി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് അല്ലേ. അപ്പോൾ അത് എക്സ് എന്നുള്ള ടേം വരില്ല എപ്പോഴാണ് ഈ എക്സിൻ്റെ പവർ 1 ആകുമ്പോൾ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, 2n minus 5rന്റെ വാല്യൂ 1 ആണ്. അങ്ങനെ 1 ആവുന്ന സമയത്ത് ആറിൻ്റെ വാല്യൂ എത്രയാണ്, -5r കൊണ്ടും +1 കൊണ്ടും കൊടുത്താൽ 2n minus 1 ഈക്വൽ 5r എന്ന് വരും. അപ്പോൾ ആറിൻ്റെ വാല്യൂ 2n minus 1 ഡിവൈഡഡ് ബൈ 5 എന്ന് വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിവിടെ കോയിഫിഷ്യൻ്റ് ഓഫ് എന്താണ്, കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ആറിൻ്റെ വാല്യൂ ഇത് വരുമ്പോഴാണ് കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ NC ആറിൻ്റെ വാല്യൂ 2n minus 1 by 5 ആകുമ്പോഴാണ് സംഭവിക്കുക. അപ്പോൾ നമ്മളോട് പറഞ്ഞത് പ്രകാരം നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ എന്താ, ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ഇവിടെ എന്താണ് nc7 ആണെന്നാ. nc7 ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വാല്യൂ എന്താവും 7 ആവും. അപ്പോൾ നിങ്ങൾ ചിന്തിക്ക് 2n minus 1 by 5ന്റെ വാല്യൂ 7 ആവുമ്പോൾ 2n minus 1 35 ആവും അല്ലേ, 2n 36 ആവും. അപ്പോൾ n എന്താവും 18 ആവും. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. എന്നിൻ്റെ വാല്യൂ ചോദിച്ച് ഈസി ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ, 2 + 15c1 + 15c2 + എക്സെട്ര + 15c15. എടാ നിങ്ങൾക്കറിയാം nc0 + nc1 + nc2 + എക്സെട്ര + ncn, ഇതിൻ്റെ ആൻസർ എന്താ 2n. അപ്പോൾ ഇത് പ്രകാരം 15c0 + 15c1 + 15c2 + എക്സെട്ര + 15c15 ഇങ്ങനെയാണെങ്കിൽ ഇത് 215 ആണ്. ഓക്കെ. പക്ഷെ ഇവിടെ നമ്മളോട് ചോദിച്ച ചോദ്യം എന്താ, 2+ ആണ്. ഈ 2 + 15c1 + 15c2 + എക്സെട്ര + 15c14 ഇതിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുകയാണ് ഈ 15c1 മുതൽ 15c14 വരെയാണ്, അതിൻ്റെ അപ്പുറത്ത് 15c0യും ഇപ്പുറത്ത് 15c15 ഉണ്ടായിരുന്നെങ്കിൽ ആൻസർ 215 വരൂലേ. പക്ഷെ വിഷയം എന്താ, ഈ 15c0ന്റെ വാല്യൂ എന്താ, 15c0ന്റെ വാല്യൂ 1 ആണ്, 15c15ന്റെ വാല്യൂ 1 ആണ്. ഈ 1ഉം 1ഉം കൂട്ടിയതല്ലടാ 15c2 എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിന് എങ്ങനെ എഴുതാം, ഇവിടെ ഉള്ളൊരു 1ന് പകരം 15c0 + 15c1 + 15c2 + എക്സെട്ര + 15c14 + 15c15 എഴുതാം. കാരണം ഈ 1 + 1 ഇത് 1 ആണ്, ഇത് 1 ആണ്, അതാണ് ഈ 2. അപ്പോൾ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്താവും 215 ആവും. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ. നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് ബൈനോമിയൽ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് കാണുമ്പോൾ ഒരു ട്രൈനോമിയൽ ആണ്, ബൈനോമിയൽ അല്ലേ അല്ലേ. പക്ഷെ നമുക്ക് ഈസിയായി ഡീൽ ചെയ്യാൻ പറ്റും. ഇഫ് 1 + x - 2x² raised to 6 is equal to 1 + a1x + a2x² + എക്സെട്ര + a12x raised to 12 ആണ്. then the sum of a2 + a4 + a6 + എക്സെട്ര up to a12. അതായത് ഈവൻ ടേംസിന്റെ സമ്മ്, കോയിഫിഷ്യന്റിലെ ഈവൻ ടേംസിന്റെ സമ്മ് കാണാനാണ് ചോദ്യം. എടാ ഇതുമായി ബന്ധപ്പെട്ട ഡാറ്റ ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ ബൈനോമിയൽ കോഷ്യൻസിന്റെ സമ്മ് കാണാൻ എന്താ ചെയ്തത്, എക്സിന് 1 എന്ന് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടല്ലേ ചെയ്തത്. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. ഇവിടെ അതായത് ഇവിടെ ഞാൻ ഈ ഭാഗം ആദ്യം എഴുതി, അതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് ആദ്യം എഴുതി കഴിഞ്ഞാൽ 1 + a1x + a2x² + a3x³ + എക്സെട്ര +
A12 x റേസ് ടു 12 അല്ലേ? ഞാൻ അതിൻ്റെ മുമ്പിൽ ഉള്ള ഒരു ടേം കൂടി എഴുതിയാൽ A11 ഇൻറ്റു എക്സ് റേസ് ടു 11 പ്ലസ് A12 ഇൻറ്റു എക്സ് റേസ് ടു 12 ഈസിക്കൽ ടു ഇതെന്താ ഇവിടെ ഉള്ളത് 1 പ്ലസ് എക്സ് മൈനസ് 2x സ്ക്വയർ ഓൾ റേസ് ടു 6 എന്ന് വരും. എടാ നിങ്ങൾക്ക് ഇവിടെ ഇതിൽ നിന്ന് ഒരു ടേമിനെ മാത്രം ഈവൻ ടേംസിനെ മാത്രം പിക്ക് ചെയ്തെടുക്കണം. അത് കുറച്ച് പ്രയാസമാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന പരിപാടി എന്താ പറയുക, നമ്മൾ സാധാരണ 1 എടുത്തു കഴിഞ്ഞാൽ ഇവരുടെ സം ഇട്ടെന്ന് പഠിച്ചിട്ടില്ലേ? ഇപ്പോൾ ടെക്സ് ഈക്വൽ 1 എടുത്താൽ എന്താ സംഭവിക്കാം? 1 പ്ലസ് A1 ഇൻറ്റു 1 A1 പ്ലസ് A2 ഇൻറ്റു 1 സ്ക്വയർ അത് A2 A3 ഇൻറ്റു 1 ക്യൂബ് അത് A3 എന്ന് വരും പ്ലസ് എക്സെട്രാ പ്ലസ് A11 ഇൻറ്റു എക്സ് 1 റേസ് ടു 11 A11 പ്ലസ് A12 ഇൻറ്റു 1 റേസ് ടു 12 എന്താ A12 ഈസിക്കൽ ടു ഇവിടെ എന്ത് വരും 1 പ്ലസ് 1 മൈനസ് 2 ഇൻറ്റു 1 സ്ക്വയർ റേസ് ടു 6 ഇവിടെ 2 മൈനസ് 2 എന്താ 0 എന്ന് വരൂലേ? അപ്പോൾ ഇവരുടെ സമ്മ് ടോട്ടൽ സമ്മ് എന്ത് കിട്ടി? 0 എന്ന് കിട്ടി. ഇനി നമുക്ക് ഈ സമ്മല്ല വേണ്ടത്, ഈവന്റെ മാത്രം സമ്മാ വേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി അറിയോ? അതിന് ഓരോ ടേംസിന് ഒഴിവാക്കിയാൽ പോരെ? അതിനുള്ളൊരു പരിപാടി ഞാൻ പറഞ്ഞുതരാം. ഇവിടെ എക്സിന് എന്ത് കൊടുക്കാം? അതായത് ഇതിലുള്ള എക്സിന് 1 കൊടുക്കുന്നതിന് പകരം -1 കൊടുക്കുമ്പോഴേ ഈ ഓട് പവറുകളൊക്കെ എന്താവും മൈനസ് വരും. എന്നിട്ട് നമ്മൾ ആഡ് ചെയ്താൽ മൈനസുകൾ തമ്മിൽ കട്ടാവും. കാണിച്ചു തരാം. എക്സിന് നിങ്ങൾ -1 കൊടുത്താൽ 1 മൈനസ് A1 ഇവിടെ -1 കൊടുത്താൽ പ്ലസ് A2 ഇവിടെ -1 കൊടുത്താൽ മൈനസ് A3 പ്ലസ് ഇവിടെ -1 റേസ് ടു 11 എന്താ മൈനസ് A11 പ്ലസ് ഇവിടെ -1 റേസ് ടു 12 എന്താ +1 ആവും. അപ്പോൾ പ്ലസ് A12 ഈസിക്കൽ ടു ഇവിടെ -1 കൊടുക്കുമ്പോൾ 1 മൈനസ് 1 മൈനസ് 2 ഇൻറ്റു -1 സ്ക്വയർ റേസ് ടു 6 വരും. ഇതെന്താവും 1 മൈനസ് 1 ഇത് 0 ആയി. പിന്നെ ഇത് -2 ആയി. -2 റേസ് ടു 6 -2 റേസ് ടു 6 എന്ന് പറയുമ്പോൾ എന്താ അത് 64 ആണ്. 2 റേസ് ടു 6 ഈക്വൽ 64 അടി. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ ഈ ടേമിന് ഞാൻ ഇക്വേഷൻ 1 എന്നും ഇതിന് ഞാൻ ഇക്വേഷൻ 2 എന്നും കൊടുത്തു. എന്നിട്ട് ഇക്വേഷൻ 1 ഇക്വേഷൻ 2 തമ്മിൽ ആഡ് ചെയ്യാം. ഇക്വേഷൻ 1 പ്ലസ് ഇക്വേഷൻ 2 തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാം? ഇവിടെ ഓക്കെ 1 പ്ലസ് 1 എന്താവും 2 ആവും. ഈ പ്ലസ് A1 മൈനസ് A1 ആഡ് ചെയ്യുമ്പോൾ ക്യാൻസൽ ആവും. A2 പ്ലസ് A2 എന്താ 2A2 ആണ്. ഈ പ്ലസ് A3 മൈനസ് A3 ക്യാൻസൽ ആവും. പിന്നെ ഇവിടെ A4 അതേപോലെ ഉണ്ടാവും. അപ്പോൾ 2A4 വരും. അങ്ങനെ പോയി അടുത്തെന്തായിരിക്കും? A5ഉം മൈനസ് A5ഉം ക്യാൻസൽ ആയിട്ട് A6 ആകുമ്പോൾ 2A6 വരും പ്ലസ് എക്സെട്രാ. ഈ A11 മൈനസ് A11 ആഡ് ചെയ്യുമ്പോൾ ക്യാൻസൽ ആവും. പിന്നെ തമ്മിൽ എന്താവും പ്ലസ് 2A12 ആവും ഈസിക്കൽ ടു ഇവിടെ എന്ത് സംഭവിക്കും? ആഡ് ചെയ്യുമ്പോൾ 0 പ്ലസ് 64 എന്താ 64 എന്ന് വരും. റെഡി? നമുക്ക് വേണ്ടത് ഇവിടെ ഈവൻ ടേംസിന്റെ കോഷ്യൻസിന്റെ സമ്മ് മാത്രമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? മൊത്തത്തിൽ 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അല്ലെങ്കിൽ അതിന് മുമ്പ് ഈ 2നെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. ബാക്കിയുള്ള ടേമിൽ നിന്നൊക്കെ 2നെ ഞാൻ കോമൺ ആയിട്ട് ഔട്ട്സൈഡിലേക്ക് എടുത്തു. അപ്പോൾ എന്താ സംഭവിക്കാം? 2 ഇൻറ്റു A2 പ്ലസ് A4 പ്ലസ് A6 പ്ലസ് എക്സെട്രാ പ്ലസ് ഏതുവരെ പോകുന്നത് A12 വരെ പോകുന്നത് ഈസിക്കൽ ടു ഇവിടെ 64 ഉണ്ട്. ഈ +2 അങ്ങോട്ട് പോകുമ്പോൾ -2 64 - 2 എന്താ 62 വരും. 62 എടാ ഇൻറ്റു 2നെ ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ /2 ആവൂലേ? അപ്പോൾ എന്ത് വരും? A2 പ്ലസ് A4 പ്ലസ് A6 പ്ലസ് എക്സെട്രാ പ്ലസ് A12 ഈസിക്കൽ ടു 31. അപ്പോൾ ഇതിൻ്റെ ആൻസർ 31 ആണ്. ഓപ്ഷൻ എ ഇസ് റൈറ്റ് ആൻസർ. ഈസി അല്ലേ? ഈസി ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൽഫ എന്ന് പറയുമ്പോൾ സിഗ്മ K ഫ്രം 0 to 5 ആണ്. 10C കേട്ടോ. ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വന്നുകൊണ്ട് ഇങ്ങനെ ആക്കിയതാണ്. അതായത് ഉദ്ദേശിക്കണം എന്താ? ആൽഫ എന്ന് പറഞ്ഞാൽ സിഗ്മ K ഫ്രം 0 to 5 10C 2K ഇതാണ് ആൽഫ. ബീറ്റ സിക്കൽ ടു സിഗ്മ K ഫ്രം 0 to 4 10C 2K + 1. അങ്ങനെയാണെങ്കിൽ ആൽഫ മൈനസ് ബീറ്റ എന്താണ്? ആൽഫ മൈനസ് ബീറ്റ ഇവിടെ ഇതിന് മീനിങ് എന്താ? ഇത് ഈവൻ ടേംസാണ്. അപ്പോൾ 10C 0 പിന്നെ അടുത്ത് 1 കൊടുക്കുമ്പോൾ കേക്ക് 0 കൊടുക്കുമ്പോൾ 0 2 1 കൊടുക്കുമ്പോൾ 2 2 പ്ലസ് 10C2 പ്ലസ് 10C4 10C6 അങ്ങനെയല്ലേ പോവുക? അപ് ടു അങ്ങനെ ഏതുവരെ പോവും? 10C6 പിന്നെ 10C8 പിന്നെ 10C10 അല്ലേ? ഇത്രയും പോവും. ഇതേപോലെ ബീറ്റിൻ്റെ വാല്യൂ കൊടുക്കുമ്പോൾ 0 കൊടുക്കുമ്പോൾ 1 ഇടും. അപ്പോൾ 10C1 ഓഡ് നമ്പേഴ്സ് ഉണ്ടാവുക. പിന്നെ 10C3 പിന്നെ 10C5 പ്ലസ് 10C7 പ്ലസ് 10C9 ഇങ്ങനെ വരും. ഇനി ഇവരെ തമ്മിൽ മൈനസ് ചെയ്യണം. മൈനസ് ചെയ്യുന്ന സമയത്ത് ആൽഫ മൈനസ് ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യാം. അപ്പോൾ എന്താ സംഭവിക്കുക? ഞാൻ ഈ ഒരു കോലത്തിൽ ചെയ്താൽ 10C0 പിന്നെ അത് എഴുതി. ഇതിൽ എല്ലാത്തിനും മൈനസ് ആയിരിക്കും. ഞാൻ ഇങ്ങനെ എഴുതുന്നത് അത് നിങ്ങൾക്ക് വേറെ സംഗതി കത്താൻ വേണ്ടിയിട്ടാണ്. -10C1 പിന്നെ പ്ലസ് 10C2 പിന്നെ മൈനസ് 10C3 പിന്നെ ഇവിടെ പ്ലസ് 10C4 അങ്ങനെ പോയി ഇവിടെ എന്തോന്നു മൈനസ് ചെയ്യുമ്പോൾ -10C9 പിന്നെ പ്ലസ് 10C10 ഇങ്ങനെ എഴുതിക്കോ. ഇതിങ്ങനെ കാണുമ്പോൾ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? നേരത്തെ നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് ബൈനോമിയൽ ക്വസ്റ്റ്യൻസ് പഠിച്ചില്ലേ? പ്രോപ്പർട്ടീസ് ഓഫ് ബൈനോമിയൽ ക്വസ്റ്റ്യൻസ് പഠിച്ചപ്പോൾ തിയറി പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ആൾട്ടർനേറ്റീവ് ആയിട്ട് ഇതിൽ പ്ലസും മൈനസും വന്നു കഴിഞ്ഞാൽ ഫൈനലി അതിൻ്റെ ആൻസർ 0 എന്ന് പറഞ്ഞില്ലേ? ആ സെയിം ലോജിക്ക് പ്രകാരം എനിക്കിതിന് ചെയ്തൂടെ? ഇതെങ്ങനെ ചെയ്യാം? ഇവിടെ ആൾട്ടർനേറ്റീവ് ആയിട്ട് പ്ലസും മൈനസും വന്നു, അതുകൊണ്ട് ഇതിന് ആൻസർ എന്താ? 0. 0 ഈസ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഇ ഈസ് കറക്റ്റ്. ക്ലിയർ അല്ലേ? സിമ്പിളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തത് ഇതും തന്നെ കേട്ടോ, ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു പ്രയാസം കൊണ്ട് ഇങ്ങനെ ആയിപ്പോയതാണ്. സിഗ്മ K ഫ്രം 0 to n+1 n+1 CK ഇതാണ് ഉദ്ദേശിച്ചത്. ഇസിക്കൽ ടു 512 ആണ്.
n+1 CK എന്ന് പറഞ്ഞാൽ എന്താ? അതേപോലെ വേറെ ഡാറ്റ പറയുന്നുണ്ട്. n+1 CK എന്ന് പറയുമ്പോൾ n+1 C0 പ്ലസ് n+1 C1 പ്ലസ് n+1 C2 പ്ലസ്, അതായത് കേക്ക് 0 മുതൽ n+1 വരെ കൊടുക്കുക, പ്ലസ് n+1 C n+1. ഇതാണ് 512. എടാ ഇതിന് ആൻസർ എന്താ? NC0 മുതൽ NCN വരെയുള്ള സം എന്താ? 2n. അപ്പോൾ n+1 C0 മുതൽ n+1 Cn+1 വരെയുള്ള സം എന്താ? 2n+1 ആണ്. 2n+1. ഇതാണ് 512. ഈ 512 എന്ന് പറയുമ്പോൾ 2/9 അല്ലേ? അപ്പോൾ കറസ്പോണ്ടിങ് ടേംസിന് ഇക്വേറ്റ് ചെയ്താൽ n+1 = 9 കിട്ടും. അപ്പോൾ n ന്റെ വാല്യൂ 8. ഇനി നമ്മളോട് ചോദിക്കുന്നത് അത് അങ്ങനെയാണെങ്കിൽ സിഗ്മ k ഫ്രം 0 to n NCക്ക് എന്താണെന്നാ? ഇതിന്റെ മീനിങ് ഇത് ഞാൻ നിങ്ങൾക്ക് തിയറി ആയിട്ട് തന്നിരുന്നു. എന്താണ്? പ്രോപ്പർട്ടീസ് ഓഫ് ബൈനോമിയൽ ക്വസ്റ്റൻസിൽ നമ്മൾ ആ തിയറി, ഡയറക്റ്റ് തിയറിയാണത്. നോക്ക്, സിഗ്മ r ഫ്രം 0 to n NCR എന്താ? 2/n. ഈ r ന് വരെ k വന്നു എന്നല്ലേ ഓർത്തു? r ന് വരെ k വന്നു എന്നേ വ്യത്യാസമുള്ളൂ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്ക്, ആദ്യം 0 എടുത്തു, അപ്പോൾ NC0 പ്ലസ് 1 എടുത്തു, അടുത്ത് 2 എടുത്തു, NC2. അങ്ങനെ വന്ന് ഏത് വരെ കൊടുത്തു? n വരെ കൊടുത്തു. അപ്പോൾ വിച്ച് ഈസ് ഇക്വൽ എന്ത് കിട്ടും? 2/n എന്ന് കിട്ടും. ഇനി n-ന്റെ വാല്യൂ എത്ര? n-ന്റെ വാല്യൂ 8. അപ്പോൾ 2/8 എത്ര ഇടാം? 2, 4, 8, 16, 32, 64, 128, 256. അപ്പോൾ ഇവിടെ 256 ആയിരിക്കും ആൻസർ വരിക. 256 ഈസ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്. ഇവിടെ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ബൈനോമിയൽ തിയറത്തിൽ നിന്ന് കീം 2025 ചോദിച്ചിട്ടുള്ളത്. അതോടുകൂടി ഇത് കംപ്ലീറ്റ് ആയി. റെഡി? ഇനി ഇതേപോലെ ഇതിൻ്റെ നോട്ടും കാര്യങ്ങളൊക്കെ കിട്ടാൻ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ഒരു QR കോഡ് വേണം. ആ QR കോഡ് ഞാൻ ഇതിൻ്റെ ലാസ്റ്റായി കൊടുക്കാം. അത് സ്കാൻ ചെയ്യാം, നമുക്ക് നോട്ട് അവൈലബിൾ ആവും.